ഒരു ബയോഗ്യാസ് ഡൈജസ്റ്ററിന്റെ എഫിഷ്യൻസി എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും? അത് പ്രധാനമായും പ്ലാന്റുകളിലേക്ക് ഫീഡ് ചെയ്യുന്ന ജൈവ വസ്തുക്കളുടെ അളവ് തന്നെയാണ്. ശരിയായ വിധത്തിൽ ഒരു പ്ലാന്റ് പ്രവർത്തിക്കണമെങ്കിൽ ആ പ്ലാന്റിന്റെ പരമാവധി സംസ്കരണ ശേഷിക്ക് അനുയോജ്യമായ അളവിൽ മാത്രമേ ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിലേക്ക് നിക്ഷേപിക്കാൻ പാടുള്ളൂ. ജൈവാവശിഷ്ടങ്ങളുടെ അളവ് കുറഞ്ഞു പോയാൽ പ്ലാന്റിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാറില്ല. ഇനി ഈ പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനം ആസിഡ് കണ്ടീഷനിലോട്ട് സ്ലറി പോകുന്നത് പരമാവധി നിയന്ത്രിക്കുക. പുളിച്ച സാധനങ്ങൾ അമിതമായി ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിയന്ത്രിച്ചാൽ തന്നെ പ്ലാന്റിന്റെ pH ശരിയായ വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കിച്ചൺ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഒരാഴ്ചയിൽ 1-2 ദിവസം ഒരു 10-20 ഗ്രാം കുമ്മായം ജൈവാവശിഷ്ടങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നന്നായി കലക്കി ഡൈജസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുത്താൽ pH ഇംപ്രൂവ് ചെയ്യുന്നതിനും അത് സഹായകരമാണ്.